കോവിഡിന് ശേഷം നമ്മുടെ ആദ്യത്തെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയാണ് ഇന്നിവിടെ നടത്താനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ആനിവേഴ്സറി നടത്തിയത് എന്താണെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവും. 2019 സെപ്റ്റംബർ മാസം 29-ാം തീയതിയാണ് നമ്മൾ ആനിവേഴ്സറി നടത്തിയത്. 4 വർഷത്തിലധികം 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ആനിവേഴ്സറിയാണ്. ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സന്തോഷം എല്ലാവരെയും നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ തീർച്ചയായും അത് വലിയ സപ്പോർട്ടാണ് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ലീഡാക്കിയതിന് അർപ്പിക്കുന്നു. ഇതുവരെ നമ്മളെ സഹായിക്കുകയും പ്രത്യേകിച്ച് ചെയ്യുന്നു. ഇവിടെ ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഫോണിലേക്ക് കയറിയിരിക്കണം എന്നുള്ള മത്സരം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഫോണിലേക്ക് കയറിയിരുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ വിശിഷ്ട അതിഥിയായി നമുക്ക് ചെയ്യുന്നത് ചെയ്യുന്ന രാജുവിനെയാണ്. ഐസിനെ നമുക്കറിയാം, പിതാവിനെ നമുക്കറിയാം. പലരുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ചീഫ് ഗസ്റ്റായി ലഭിച്ചതിൽ ഉള്ള സന്തോഷം നിങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ തുടർ നടപടികളിലേക്ക് നേതൃത്വത്തിലേക്കായി അധ്യക്ഷനായിട്ട് അദ്ദേഹത്തെ വളരെ വിനയത്തോടുകൂടെ സ്വാഗതം. ദൈവത്തിന്റെ ശക്തമായ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാം. പരിജ്ഞാന ദൈവം ഒരുക്കി നൽകിയ ഈ കൃപയ്ക്കായി സ്തുതിക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ജേസൺ പ്രാർത്ഥിച്ച് ഇന്നത്തെ നവീനം സമയത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ സന്നദ്ധിയിലായിരിക്കാൻ ഭാഗത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയതാദേവി ആ പ്രഭാതത്തിനായിട്ട് തന്നെ ആരാധിക്കാൻ ഭാഗത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയാദേവി ഈ സമയം ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ആനിവേഴ്സറിയോടൊപ്പത്തിൽ ഞങ്ങൾ കൂടിയിരിക്കുന്നു. ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ നാമത്തിനായി നമ്മെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിൽ പഠിച്ച കുട്ടികളെല്ലാം പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയും ദൈവമേ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഓർക്കുന്നു. അവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരുടെയും അങ്ങയുടെ മുന്നിൽ ദൈവമേ ഓർമ്മത്തിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് പ്രോഗ്രാമെല്ലാം അവർ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ദൈവമേ അതൊക്കെയും അവർക്ക് നല്ലപോലെ പ്രസംഗിക്കാനുള്ള എല്ലാ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ദൈവമേ ധൈര്യമെല്ലാം നൽകി അങ്ങ് ദൈവമേ ഇങ്ങനെ കൂടുതൽ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ തുടക്കം മുതലും ദൈവമേ തീരുമ്പോഴും നമ്മുടെ സാന്നിധ്യം ഞങ്ങളുടെ ഉണ്ടായിരിക്കണമേ പ്രാർത്ഥിക്കുന്നു. കൂടി വരുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസമാക്കി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന വേണ്ടിയിരിക്കാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പല വർഷങ്ങളുടെ പുറകേക്ക് ഞാൻ മനസ്സിങ്ങനെ പോയി. ഇവിടെയൊന്നും പ്രായോഗികരിക്കുന്ന സ്ഥലത്തായിരുന്നു. വളരെ പുറകിൽ മാത്രമായിരുന്നു. 50 കുട്ടികളായിട്ട് സൺഡേ സ്കൂൾ നടന്ന കാലം എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ കാലം മുമ്പോട്ട് പോയി. കുട്ടികൾ വളരെ പുറകിൽ വന്നു. എന്നിരുന്നാലും സൺഡേ സ്കൂൾ ഇപ്പോൾ നടത്തുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ്. അന്ന് സൺഡേ സ്കൂൾ വാർഷികത്തിന് എന്തുമാത്രം പ്രോഗ്രാമുകളാണ് തയ്യാറാക്കിയതെന്നോ കുഞ്ഞുങ്ങൾ വളരെയധികം ഒന്നിലധികം പ്രോഗ്രാം ചെയ്ത് അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ സമാനമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് സൺഡേ സ്കൂൾ വാർഷികത്തോട് ചിന്തിക്കുമ്പോൾ വളരെക്കാളും വളരെ ശ്രമകരമായിട്ടുള്ള കാലമാണ് നമ്മൾ നോക്കുന്നത്. കേവലം 12 കുട്ടികളെ വെച്ച് എങ്ങനെ സൺഡേ സ്കൂൾ വാർഷികത്തിൻ്റെ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയില്ല. ധാരാളം കുട്ടികളുണ്ടെങ്കിൽ പ്രോഗ്രാം നടത്തുന്നത് പ്രയാസമല്ല. എന്നാൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ
കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ കഴിച്ചു. ഫാനുണ്ട്, കടുത്ത ചൂടൊന്നുമില്ല. എല്ലാവർക്കും ഉറങ്ങാനുള്ള ടെൻഡൻസിയാണ് പോകുന്നത്. പിള്ളേരുടെ പരിപാടി എങ്ങനെ തീർന്നോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഞാനടക്കം പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ഈ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ഇന്നത്തെ പ്രോഗ്രാമിന് അവരെ ഒരുക്കുകയും ചെയ്തത് അതിൻ്റെ പുറകിൽ വലിയ അധ്വാനമാണ്. അതുകൊണ്ട് ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം നമ്മൾ കണ്ണ് തുറന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കാണുകയും കണ്ടു കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ കൈയടിക്കുന്നു. നമുക്ക് പോലും കേൾക്കാത്ത രീതിയിൽ കൈയടിക്കുന്നു. അങ്ങനെയല്ല, കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങളെക്കാളും നമ്മളുണ്ട്. നമ്മളവരെ വളരെ ഉച്ചത്തിൽ കൈയെടുത്ത് സഹോദരന്മാരും സഹോദരന്മാരെല്ലാം പ്രോത്സാഹിപ്പിക്കണം എന്നത് ഓർപ്പിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ സൺഡേ സ്കൂൾ വാർഷികം വരുന്നത് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്കൂളിന്റെ അധ്യക്ഷ പദവി സ്വീകരിക്കാൻ പ്രിയ ദേവസ്വം ഹാരിസ് ബ്ലസ്സി കുടുംബത്തെ നമ്മൾ ക്ഷണിച്ചു. നമ്മൾ സ്വീകരിച്ച് അവർ കുടുംബമായിട്ട് കടന്നു വന്നിരിക്കുന്നു. സൺഡേ സ്കൂൾ വാർഷികത്തിന്റെ അധ്യക്ഷ എന്ന മുതലേ സഭയുടെ പേരിൽ പ്രിയ ഹാരിസിനെ സ്വാഗതം ചെയ്യുന്നു. ചിലരെങ്കിലും കൈയടിച്ചില്ല, അവർക്ക് ഇനി അടുത്തോളം കൈയടിക്കാൻ ഓർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികം നമ്മൾ സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ ഈ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ അവരുടെ മറ്റുള്ളവരെല്ലാം കൈയടിക്കണമെന്ന് പറയാൻ ഓർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ കുട്ടികളെല്ലാവരെയും ഈ വാർഷികത്തിലേക്ക് ഒരിക്കൽ സഭയായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ വാർഷികം തുടങ്ങാനായിട്ട് പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ അവരെ ചാർജ് ചെയ്യണം. അവരെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മുടെ പ്രോത്സാഹനങ്ങളാണ്, നമ്മുടെ കൈകളിലാണ് നമ്മൾ അവരെ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ പ്രചോദനം തരുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ചുമതലയാണ്. സഭയിലെ എൽഡേഴ്സ്, അതുപോലെ പ്രായമായിരിക്കുന്ന എല്ലാ സഹോദരന്മാരും എല്ലാവരെയും ഒരിക്കൽ കൂടെ സൺഡേ സ്കൂൾ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം